ചരിത്ര നായകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ജീവിതകഥകൾ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞും അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ ശ്രമിച്ചിരുന്ന ഒരു തലമുറ നമ്മൾക്കുണ്ടായിരുന്നു. സ്വജീവിതം മറ്റുള്ളവർക്കായി കത്തിയെരിയാൻ തയ്യാറായ ഒരു പുണ്യവാൻ, പാവപ്പെട്ട ഒരു നെയ്ത്തുകാരന്റെ മകനായി പിറന്ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർന്ന പുണ്യവാൻ, പ്രേക്ഷകരിൽ ത്യാഗമനോഭാവവും കളങ്കരഹിതവുമായ സ്നേഹം വളർത്തിയെടുക്കാൻ ഈ ചരിത്ര നാടകം ഏറെ സഹായകരമാകും എന്ന പരിപൂർണ വിശ്വാസത്തോടെ ഈ നൂറ്റാണ്ടിന്റെ പുണ്യവാൻ എന്നറിയപ്പെടുന്ന മഹാപുരുഷന്റെ കഥ വരും തലമുറയ്ക്കൊരു ഉണർത്തുപാട്ടായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പുണ്യവാൻ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ആരെങ്കിലും ഒരാൾ നാസി തടവറയിൽ നിന്നും രക്ഷപ്പെട്ടാൽ പകരം 10 പേർ പട്ടിണി കിടന്ന് ഇരുട്ടുമുറിയിൽ ഇഞ്ചിഞ്ചായി മരിക്കും. അക്കാര്യം ആരും മറക്കാതിരുന്നാൽ നന്ന്. ഒരുത്തൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അവിശ്വസനീയം. ആരാണ് ഇത്ര മിടുക്കൻ? ഇതാരാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കിടന്നുറങ്ങുന്നത്? ഔഷ്വിറ്റ്സിൽ നിന്നും ഒരുത്തൻ രക്ഷപ്പെടണമെങ്കിൽ സദാസമയവും വൈദ്യുതി പ്രവഹിക്കുന്ന ഫെൻസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാനാകും? ഈ മസ്റ്റ് ബി റിയലി സ്മാർട്ട്. കമ്പി വലി ചടികിടക്കാൻ ശ്രമിച്ചവൻ ആരായാലും ഷോക്കേറ്റ് പിടഞ്ഞു മരിക്കും എന്നതിൽ സംശയമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ശവങ്ങൾ ദഹിപ്പിക്കുന്ന ചിമ്മിനി മാത്രമാണ് ഏകവഴി. പക്ഷേ അതുവഴി രക്ഷപ്പെടുന്നവരെ കടിച്ചു കീറാൻ പ്രത്യേകം പരിശീലനം നൽകിയ കാവൽ നായ്ക്കൾ വരെയുണ്ട്. എന്നാൽ കൂടി അവനെ രക്ഷപ്പെടാൻ സാധ്യമല്ല സാർ. ആരാണ് പിന്നെ ഈ അതിസമർത്ഥനായ തടവ് പുള്ളി? എന്തു തന്നെയായാലും എല്ലാ തടവുകാരെയും ചുട്ടുപൊള്ളുന്ന ഗ്രൗണ്ടിൽ അണിനിരത്തും. ഡെത്ത് സെല്ലിലേക്ക് വേണ്ട 10 പേരെ തിരഞ്ഞെടുക്കാൻ പോകും. റോട്ടിന് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഇല്ല സർ, എന്റെ ഭാഗത്തുള്ള അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞു. That's good. One, 2, 3. Four, 5, 6. Seven, 8, 9. Yes, yes, you are the one. No, Crouch.
It is you. Yes. You are the one. Unlucky man. സർ, സർ, എന്നെ ഇരുട്ടറയിലേക്ക് അയക്കരുത് സർ. എന്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഏക ആശ്രയം. എന്നെ രക്ഷിക്കണം സർ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ I will shoot you. ഈ മനുഷ്യന് പകരം എന്നെ ഡെത്ത് സെല്ലിലേക്ക് അയക്കൂ. അവന് പകരം മരിക്കാൻ എന്നെ അനുവദിക്കൂ. You are a strange guy. നീ മരണത്തെ ഭയപ്പെടുന്നില്ല. ഇല്ല, മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. നീ ഒരു കത്തോലിക്ക പുരോഹിതനല്ലേ? നീ കുറച്ചുകൂടി ചിന്തിക്കൂ. അവന്റെ കുടുംബത്തിൽ അവൻ മാത്രമാണ് ഏക ആശ്രയം. എന്നെ സംബന്ധിച്ച് ഞാൻ ഏകനാണ്. ഈ മരണക്കുറിയിൽ നിനക്കും ചേരണമെന്നാണോ പറഞ്ഞു വരുന്നത്? സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ മറ്റൊരു സ്നേഹമില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തുനാഥന്റെ വചനങ്ങൾ എന്നിൽ സഫലീകരിക്കട്ടെ. ചാവുമുറിയിൽ അടയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ ദാഹവും പട്ടിണിയും കൊണ്ട് ഇഞ്ചിഞ്ചായി നീ മരിക്കും. നീ നല്ലവണ്ണം ഒന്നുകൂടി ആലോചിക്ക. അതെ, എന്നെ കൊല്ലുക, പകരം അവനെ വിട്ടയക്കുക. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ല. പക്ഷേ അവന്റെ കുടുംബത്തിന് അവനെ നഷ്ടപ്പെട്ടാൽ എങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. മരണം ഇരന്നു വാങ്ങുന്നവനെ കൂടി ഇരുട്ടറയിലേക്ക് അയക്കൂ. ഫാദർ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിക്കുകയോ? എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. ഞാൻ കരുതിയത് എന്റെ ഭാര്യയെയും മക്കളെയും ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ്. എനിക്ക് അങ്ങയുടെ മുഖത്ത് എന്റെ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുവാൻ സാധിക്കും. അങ്ങേക്ക് മരണത്തെ ഒട്ടും ഭയമില്ലേ? മരണത്തെ ഞാൻ എന്തിനു ഭയപ്പെടണം? മരണം സ്വർഗത്തിലേക്കുള്ള വാതിലല്ലേ? Take him. You are a lucky man. തിരഞ്ഞെടുത്ത എല്ലാവരും ഔഷ്വിറ്റ്സിലെ ചാവുമുറിയിൽ അടയ്ക്കപ്പെടട്ടെ. അവിടെ കിടന്ന് ദാഹവും വിശപ്പും കൊണ്ട് പിടഞ്ഞു പിടഞ്ഞു മരിക്കട്ടെ. Rest of them go back to the prison.
ചാടിപ്പോയവനെ കുറിച്ച് ഒരു വിവരവുമില്ല. നാസി തടങ്കൽ പാളയത്തിന് ചോർച്ച സംഭവിക്കുന്നത് തടയണം. ഇറ്റ്സ് ഷെയിം ഫോർ us. ഏത് വഴിയാണ് അവൻ കടന്നു കളഞ്ഞത്? ഇലക്ട്രിക്കൽ ഫെൻസിലൂടെ അതിസമർത്ഥമായി കടന്നു കളഞ്ഞു. വൈദ്യുതി പ്രവഹിക്കുന്ന ഫെൻസ് അവൻ ഉപയോഗിച്ചുവെങ്കിൽ ഇനിയും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. യെസ് സർ. 10 പേരെ കൂടി ഡെത്സലിലേക്ക് അയക്കുക. ഇവറ്റകൾക്കൊരു പാഠമാകട്ടെ. അത് സർ, ഒരാൾ കൂടി അവശേഷിക്കുന്നുണ്ട്. വാട്ട്? 21 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും ഒരാൾ ഔട്ട്വിച്ചിൽ ജീവനോടെ? ഇംപോസിബിൾ. ഹൂ ഈസ് ദാറ്റ് അയൺ മാൻ? ഫാദർ മാക്സിമിലിയൻ കോൾബെ. ഇറ്റ്സ് ഇംപോസിബിൾ. ഞാൻ അവനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സൺ ഓഫ് ജൂലിയസ് കോൾബെ. റഷ്യൻ ഭരണകൂടം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവന്റെ പിതാവിനെ തൂക്കിക്കൊന്നില്ല. അവൻ ഇതുവരെ മരിച്ചില്ല എങ്കിൽ kill him. യെസ് സർ. Inject him the deadly poison. Let him die within seconds. Heil Hitler! Heil Hitler! Heil Hitler! Heil Hitler! Call doctor! Dr. William, inject him. Ave Maria. He finished. Groot, take him. തീച്ചൂളയിലേക്ക് അവനെ വലിച്ചെറിയ. ഓഗസ്റ്റ് 14 ഫാദർ മാക്സിമിലിയൻ കോൾബെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ക്രിസ്തുവിനെ പോലെ വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം വിജയം വരിച്ചു. അങ്ങനെ നാസി തടവറ ഒരു പുണ്യസ്ഥാനമായി മാറി. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ മാതൃക സ്വന്തം ജീവിതാനുഭവമാക്കി മാറ്റാൻ ഈ പുണ്യവാന് സാധിച്ചു. അമലോത്ഭവ മാതാവിന്റെ ദിവ്യ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ഒരു മാടപ്രാവിനെ പോലെ പാറി നടന്നു. ഇരുണ്ട ജയിലറകളിൽ പ്രകാശത്തിന്റെ പുഷ്പങ്ങൾ വിരിയിപ്പിച്ച പുണ്യവാൻ രോഗികളെയും അനാഥരെയും പീഡിതരെയും അഭയാർത്ഥികളെയും ഒരുപോലെ സ്വീകരിച്ച് എല്ലാവർക്കും സ്വാന്തന കുളിർക്കാറ്റായി മാറിയ പുണ്യവാൻ.
1971 ഒക്ടോബർ 17 പരിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 11 വർഷത്തിനു ശേഷം 1982 ഒക്ടോബർ 10 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്തസാക്ഷിയായ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് മാക്സിമിലിയൻ കോൾബെയെ ഉയർത്തി. മാക്സിമിലിയന്റെ ഓർമ്മ നിലനിർത്തുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചോറ്റിയിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആലുവയിലെ ക്രിസ്ത്യൻ കോളേജ് ഇതിനൊരു ഉദാഹരണമാണ്. സ്നേഹിതന് വേണ്ടി ജീവിതം അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ പുണ്യം വേറെയില്ല എന്നുള്ള ക്രിസ്തുനാഥന്റെ വചനം സ്വന്തം ജീവിതത്തിലൂടെ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ധന്യമായ ജീവിതത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. ഒരു സ്വാന്തനമായി, ത്യാഗമായി, പുണ്യമായി.